ഹായ്, ഞാൻ ഷാജി കുര്യൻ ഫ്രം സോഷ്യോപ്രീനിയർ. ഈ സോഷ്യോപ്രീനിയർ എന്ന ഈ കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറും ഹെൽത്ത് ആൻഡ് വെൽനസ് കോച്ചുമാണ് ഞാൻ. എൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ സ്പോർട്സിൽ താല്പര്യനായിരുന്നു. ഞാൻ ഒരു കോച്ചിങ് ഒക്കെ എനിക്ക് ലഭിച്ചു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ. അങ്ങനെ സ്പോർട്സിൽ പങ്കെടുത്തതിന് ശേഷം ആ സ്പോർട്സിൽ പങ്കെടുത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലി കിട്ടിയ ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഞാൻ ഏകദേശം ഒരു 12 വർഷം ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തു. അന്നൊന്നും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും കൂടുതലുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഖത്തർ എയർഫോഴ്സിലും ഒരു 9 വർഷം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. പക്ഷെ അന്നാണ് ഞാൻ എൻ്റെ മാരേജ് നടക്കുന്നത്. വൈഫുമായിട്ട് നല്ല ജീവിതം സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചില പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോഴാണ് എന്താണ് ലൈഫ് എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ നൽകുന്നത് പ്രകൃതി അങ്ങനെ ഒരു സംവിധാനം, ഒരു പ്രശ്നം നൽകുന്നതിന്റെ കാരണം നമ്മൾ അതിനെ അഭിമുഖീകരിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് നേടിയെടുക്കാൻ വേണ്ടിയാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അന്നൊന്നും എനിക്കത് അറിയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ പ്രശ്നം വന്നപ്പോഴാണ് ഞാനൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് പങ്കെടുക്കാനിടയായത്. ആ കോഴ്സ് ഖത്തറിൽ വെച്ചാണ് അത് സംഭവിച്ചത്. സിംഗപ്പൂരിൽ നിന്ന് വന്ന ഒരു വ്യക്തിയായിരുന്നു അത് കണ്ടക്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ പരസ്യം ഇങ്ങനെയായിരുന്നു: ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം മെച്ചപ്പെടുത്തൂ എന്നുള്ളൊരു പരസ്യമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ വൈഫും കൂടി ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അത് എൻ്റെ ഒരു ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്? ഇങ്ങനെ നമ്മൾക്ക് ഒരിക്കലും ഒരു സ്കൂളിൽ പഠിപ്പിക്കാത്ത കാര്യമാണ്. എന്താണ് ലൈഫ്, എന്താണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, എങ്ങനെ നമ്മൾക്ക് സൊസൈറ്റി ആയിട്ട് നമ്മൾ അവരുമായിട്ട് എങ്ങനെ പെരുമാറണം, നമ്മുടെ ഫാമിലിയിൽ എങ്ങനെ പെരുമാറണം, എന്താണ് കോൺഫിഡൻസ്, എന്താണ് ഡ്രീംസ്, ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു 80-20 റേഷ്യോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 80-20 റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം ഈ ലോകത്തിലുള്ള 20% ആളുകളാണ് ഈ ലോകം തന്നെ ബിൽഡ് ചെയ്യുന്നത്. അവരാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്. ലോകത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ 20% ആളുകളാണ്. അവരാണ് ലോകം ബിൽഡ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്തുന്നത് ഇവരാണ്. അത് ബിൽഡ് ചെയ്യുന്നത് ഇവരാണ്. അതായത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുകയും അതിനൊരു മറികടക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ആ റിസർച്ച് വഴി അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു. അതിൽ നിന്ന് പിന്നെ കുറച്ച് പേര് ആ പരിഹാരം എന്താണോ അത് മാനുഫാക്ചർ ചെയ്യുക, അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ 20% ആളുകളാണ് ഈ ലോകത്തിൽ ആക്റ്റീവായിട്ട് സമൂഹത്തിന് നന്മ ചെയ്ത് വളരുന്നത്. ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ചല്ല. ഇപ്പൊ നമ്മൾ ട്രെയിൻ കണ്ടുപിടിച്ചപ്പോൾ തന്നെ അന്ന് ബാക്കിയുള്ള 80% ആൾക്കാർ പറഞ്ഞു നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റൈറ്റ്സ് ബ്രദേഴ്സ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ വിമാനം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ പരീക്ഷണ ഘട്ടത്തിൽ പല ആൾക്കാരും പക്ഷികൾക്കല്ലാതെ മനുഷ്യർ ഒരിക്കലും പറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ഇപ്പോൾ പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തെ ഓരോന്നിനെയും അഭിമുഖീകരിച്ച് ഭക്ഷണത്തിന് ഷോർട്ടേജ് വന്നപ്പോൾ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതിനുശേഷം ജോലി കിട്ടാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മൾക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. ആളുകളുടെ കംഫർട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്, നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട്. അതിനുശേഷം ഓട്ടോമൊബൈൽ റെവല്യൂഷൻ വന്നു. അങ്ങനെ ഓരോന്നും മാറി മാറി ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇൻഫർമേഷൻ ഏജിലാണ്. അപ്പോൾ എല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. അതിൽ 20% ആളുകളാണ് അത് ചെയ്തത്. ബാക്കി എല്ലാവരും കാഴ്ചക്കാരായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോഴും ഇപ്പോഴുണ്ടാകുന്ന പല കാര്യങ്ങളെയും തടസ്സം നിൽക്കുകയും അത് നടക്കില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അവർ ഫോളോവേഴ്സാണ്. ഇതെല്ലാം ഉണ്ടായി ഒരു 10 വർഷം കഴിയുമ്പോൾ അവരും അത് അഡാപ്റ്റ് ചെയ്യുന്നു. അത് ഏത് കാര്യമാണെങ്കിലും, മൊബൈൽ ഫോൺ വന്നപ്പോഴാണെങ്കിലും അത് ശരിയല്ല എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഉണ്ടായപ്പോൾ അതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പോൾ അവർ ഏകദേശം കുറേ വർഷങ്ങൾക്ക് ശേഷം അവരത് അഡാപ്റ്റ് ചെയ്യും. അവർ ഫോളോവേഴ്സാണ്. ശരിക്കും നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്? നിങ്ങൾ ആ 20%-ന്റെ കൂടെയാണോ അതോ ഈ 80%-ന്റെ കൂടെയാണോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പേഴ്സണലി ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് എത്താൻ സാധിക്കൂ. എന്താണ്? നമ്മൾക്ക് പ്രശ്നം വരുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാൻ തുടങ്ങും. മറ്റുള്ളവരുടെ ചിന്തയിൽ ജീവിക്കുന്ന ഫോളോവേഴ്സ് ആകാതെ സ്വയം ചിന്തിക്കുകയും സ്വയം കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും, സ്വയം പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നമ്മൾക്ക് എന്തിനേയും അഭിമുഖീകരിക്കാനുള്ള ആ ഒരു പാരാസിമ്പത്തറ്റിക് സിസ്റ്റം
നമ്മളുടെ ബ്രെയിനിലും നമ്മുടെ ശരീരത്തിലുള്ള നെർവസ് സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കുറച്ച് ആളുകൾ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു നാഡീവ്യൂഹത്തെ ഡെവലപ്പ് ചെയ്ത ആൾക്കാരാണ്. അവരെന്താ പറയുന്നത്? നമ്മൾ മറ്റുള്ളവർ ശരിയല്ല, ഗവൺമെന്റ് ശരിയല്ല, പോലീസ് ശരിയല്ല, നാട്ടുകാർ ശരിയല്ല, അവസാനം അവർ ഞാനും ശരിയല്ല എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആൾക്കാരാണ് സിമ്പത്തറ്റിക് നാഡീവ്യൂഹത്തെ ഡെവലപ്പ് ചെയ്ത ആൾക്കാർ. അതൊരു പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അവർ അങ്ങനെ ആയിത്തീർന്നാണ്. അതേസമയം നമ്മൾ യഥാർത്ഥത്തിൽ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ നമ്മൾ ഒരു പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പ്രാക്ടീസ് വഴി നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ സോഷ്യോപ്രീനിയർ എന്ന ഓർഗനൈസേഷൻ ചെയ്യുന്നതും അത് തന്നെയാണ്. ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ ഞാൻ ഈ കമ്മ്യൂണിറ്റി നമ്മൾ ചെയ്യുന്നത് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് ഫിനാൻഷ്യൽ വെൽബീങ്ങിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അത് എങ്ങനെ സാധിക്കുന്നു? ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ ഫിസിക്കൽ എക്സർസൈസ് ചെയ്യണം, അത്യാവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. കാരണം നമ്മൾ പണ്ടൊക്കെ പറമ്പിലും പാടത്തും പണിത് തരുന്ന ആളുകൾ ആക്ടിവിറ്റീസ് ഇല്ലാതെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന വളരെ വലിയ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇപ്പോഴുള്ള ചെറുപ്പക്കാരെല്ലാവരും നിൽക്കുന്നത്. അതിന് മാറ്റം വരണ്ടേ? നിങ്ങൾക്ക് ആ മാറ്റം വരണ്ടേ? അതിനു വേണ്ടിയാണ് നമ്മൾക്ക് ഇപ്പൊ ജോലി തിരക്കാണെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയും ഒരു 1 hour എങ്കിലും നിങ്ങൾ ഡെയിലി സ്പെൻഡ് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതാണ് സോഷ്യോപ്രീനിയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് എല്ലാ ദിവസവും മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഉണ്ടാകും. എന്താണ് ഹെൽത്ത് എന്നുള്ളതിനെ കുറിച്ച് ക്ലാസ്സുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം. എല്ലാവർക്കും അറിയാം ഫിസിക്കൽ എക്സർസൈസ് വേണമെന്ന്. പല ആൾക്കാരും നടക്കാൻ തുടങ്ങും, മഴ വരുമ്പോൾ നിർത്തും. അതുമാതിരി എന്നാൽ പിന്നെ വീട്ടിൽ ചെയ്യാന്ന് വിരിച്ച് തന്നെ ഇരുന്ന് ചെയ്യുമ്പോൾ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത വരുന്നു. ഫിസിക്കൽ എക്സർസൈസ് എന്ന് പറയുന്നത് നമ്മൾ എന്നും കുളിക്കുന്നത് പോലെ റെഗുലർ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ എക്സർസൈസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന് ഹെൽത്തും വെൽനസ്സും പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളെപ്പോഴും നല്ലത് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പോലെ ആയിത്തീരും എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളൊരു കമ്മ്യൂണിറ്റി ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് ഇതുമായിട്ട് അലൈൻ ചെയ്തിട്ട് ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആകാൻ സാധിക്കും. പക്ഷേ ഈ കമ്മ്യൂണിറ്റി ആക്സസ് എന്ന് പറയുന്നത് ഫ്രീ അല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുക. കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ താല്പര്യമുള്ള വ്യക്തിയാണോ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതൊന്നും ഈസി അല്ല. ലൈഫ് ഈസ് നോട്ട് ദാറ്റ് ഈസി. നത്തിങ് ഈസ് ദർ ഇസ് നോ കേക്ക് വാക്ക് എന്നും മനസ്സിലാക്കുക. ഒന്നും ഫ്രീ ആയിട്ടില്ല. എഫേർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അത് ലൈഫ് സക്സസ് ആണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും അതിന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും താല്പര്യമുള്ള വ്യക്തികളെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് താഴെ കൊടുത്തിരിക്കുന്ന പേയ്മെന്റ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ പേയ്മെന്റ് ഇതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് കമ്മ്യൂണിറ്റിയിലേക്കുള്ള ലൈഫ് ടൈം മെമ്പർഷിപ്പാണ്. കമ്മ്യൂണിറ്റി ആക്സസ് എന്ന് പറയുന്ന ലൈഫ് ടൈമാണ്. ത്രൂ ഔട്ട് യുവർ ലൈഫ് യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ അവർ കമ്മ്യൂണിറ്റി. അതിന്റെ പൂർണ്ണമായ മൂല്യം എന്ന് പറയുന്നത് 19,999 ആണ്. ഏകദേശം 20,000 അടുത്താണ്. ഇപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഇവിടെ എത്തിയവർക്ക് ഇപ്പോൾ ഒരു കൺസെഷൻ നൽകുന്നുണ്ട്. 9999 ഏകദേശം 9,999 നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി ആക്സസ് നേടിയെടുക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്കുള്ള ഒരു പാലമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു സെർട്ടൺ ടൈം കഴിയുമ്പോൾ ഇന്ന് നിങ്ങൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ നിങ്ങളുടെ ലൈഫിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ഇത് കാണാം. ഒരു ലൈഫ് ടൈം ആൻഡ് 100% മണി ബാക്ക് ഗ്യാരണ്ടിയുടെ കൂടിയാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഓൾ ദി ബെസ്റ്റ്. വി വിൽ സീ യു ദേർ. താങ്ക് യു.